നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജ്യം അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണും. മോദി സർക്കാരിൻ്റെ 3-ാം ഊഴമാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളിയ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യ മുന്നണി 295 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിലാണ്. അതേസമയം കേരളത്തിൽ UDFും മുന്നേറ്റം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളിൽ LDFന് 0 മുതൽ 4 സീറ്റ് വരെയും NDAക്ക് 0 മുതൽ 3 സീറ്റ് വരെയും പ്രവചിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും ആദ്യഫല സൂചന രാവിലെ 9 മണിയോടെ ലഭിക്കുമെന്നും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സജ്ജയ് കൗൾ പറഞ്ഞു. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ചാണ് അദ്ദേഹം ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. വടകരയിൽ സംഘർഷ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇതിനെ തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP വടകരയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. രഹസ്യാന്വേഷണ വിഭാഗമാണ് സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ DGPയും ADGPയും പ്രത്യേക യോഗം വിളിച്ചു വടക്കൻ കേരളത്തിലെ സ്ഥിതികൾ വിലയിരുത്തി. കൊല്ലം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെ പരിസരത്ത് കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വോട്ടെണ്ണ തങ്കശ്ശേരി സെൻറ്റ് അലോഷ്യസ് സ്കൂൾ പരിസരത്താണ് നിരോധനാജ്ഞ. ഇവിടെ പൊതുയോഗമോ 5 പേരിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടാനോ പാടില്ല. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നിരോധനാജ്ഞ. അടിയന്തര വൈദ്യസഹായം, നിയമപാലനം, അഗ്നിസുരക്ഷ, സർക്കാർ പ്രവൃത്തികൾ എന്നിവയ്ക്ക് അനുമതിയുണ്ടെന്നും കളക്ടർ അറിയിച്ചു. കണ്ണൂരിൽ വിജയം ഉറപ്പാണെന്ന് K സുധാകരൻ പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തോടെ കണ്ണൂരിൽ ജയിക്കുമെന്നും 2019 ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. BJPയിലെ അതൃപ്തരായവരുടെ വോട്ടുകളും UDFന് ലഭിച്ചിട്ടുണ്ട്. UDF കേരളത്തിൽ നേട്ടമുണ്ടാക്കിയാൽ ക്രെഡിറ്റ് KPCCക്കായിരിക്കും. മുന്നണി ഇത്ര ഐക്യത്തോടെ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പുണ്ടായിട്ടില്ലെന്നും K സുധാകരൻ പറഞ്ഞു. ചക്രവാത ചുഴി കേരളത്തിന് മുകളിൽ നിലനിൽക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റും വീശുന്നുണ്ട്. അതിനാൽ അടുത്ത 5 ദിവസം വ്യാപകമായി മഴ പെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഇതോടൊപ്പം ഇടിമിന്നലിനും 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റും ഉണ്ടാകാനിടയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. രാജ്യത്താകെ 10.5 ലക്ഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഉണ്ട്. 24 മണിക്കൂറും CCTV നിരീക്ഷണം ഉണ്ടാകും. നിരീക്ഷകരുടെ മുഴുനീള സാന്നിധ്യവും ഉണ്ടാകും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് 3 തലത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി പൂർത്തീകരിക്കാൻ സാധിച്ചത് ഒരു അത്ഭുതമായിരുന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 64 കോടി പേർ വോട്ട് ചെയ്തുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വോട്ടെണ്ണലിന് മുന്നോടിയായി ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. എക്സിറ്റ് പോളുകൾ തള്ളിയ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി യഥാർത്ഥ ഫലം വിപരീതമായിരിക്കുമെന്നും കാത്തിരുന്ന് കാണാമെന്നും അവർ പറഞ്ഞു. എക്സിറ്റ് പോളല്ല നടന്ന് മോദി പോളാണെന്ന് രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് അറിയാനിരിക്കെ എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷയർപ്പിച്ച് വൻ ആഘോഷത്തിനൊരുങ്ങി BJP പാർട്ടി ആസ്ഥാനത്തേക്ക് ഇന്ന് വൻ റോഡ് ഷോയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത് ഷായും BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകുന്നേരം BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. വടകരയിൽ വിജയമുണ്ടാവുമെന്ന് ഉറച്ച ഇടതു സ്ഥാനാർത്ഥി KK ശൈലജ. വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണം. അങ്ങനെ ഒരു അട്ടിമറി നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും KK ശൈലജ പ്രതികരിച്ചു. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം കൊച്ചി എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. രാവിലെ 9 മണി മുതൽ 1-ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. 9:30 പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരം കുട്ടികൾ തന്നെ അവതരിപ്പിച്ചു. വിജ്ഞാനത്തിനും വിനോദത്തിനും ഉപാധികളുള്ള ഇടമായി സ്കൂളുകൾ മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാഠപുസ്തകങ്ങളും യൂണിഫോമും ഇതിനോടകം ലഭിച്ചു. കുട്ടികൾക്ക് ബാഗും കുടകളും നൽകി. ക്ലാസ് മുറികൾ ഹൈടെക്കായി. റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാക്കും. ഇതിനെല്ലാം ഉപയോഗിച്ച് ജീവിതത്തിൽ കുട്ടികൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു.
വിദ്യാർത്ഥികൾക്ക് ആശംസകളുമായി കേരള പോലീസ്. ചുറ്റിലും തലയുയർത്തി നോക്കുക. എന്ത് ആവശ്യത്തിനും ഞങ്ങൾ കൂടെയുണ്ടെന്ന്, എപ്പോൾ വേണമെങ്കിലും 112 എന്ന നമ്പറിൽ വിളിക്കാമെന്നും പറഞ്ഞു. കൂടാതെ അപരിചിതരുമായി ചങ്ങാത്തത്തിലാവുകയോ അവർ നൽകുന്ന ഭക്ഷണങ്ങൾ വാങ്ങിക്കഴിക്കുകയോ ചെയ്യരുത്. മൊബൈൽ ഫോണുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പത്രവായന ശീലമാക്കുക. സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെടാതിരിക്കുക എന്നിങ്ങനെ പോകുന്നു പോലീസിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ. ബാർ കോഴ ആരോപണമുയർന്ന് 10 മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷം പോലും കരുതിയില്ലെന്ന് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ബാർ കോഴയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റേത് തുരുമ്പിച്ച ആയുധമാണെന്നും ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൽ കൈകടത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷം കുറച്ചുകൂടി നല്ല ആയുധങ്ങളുമായി വരട്ടെ, അപ്പോൾ നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിയമലംഘനങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വ്ളോഗർമാർക്കെതിരെയും നടപടി വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. വാഹനങ്ങളിലെ അനധികൃത അലങ്കാരങ്ങൾക്കെതിരെയും നടപടിയെടുക്കാനും കോടതി നിർദ്ദേശം നൽകി. യൂട്യൂബർ സഞ്ജു ടെക്കി വണ്ടിയിൽ രൂപമാറ്റം വരുത്തിയ കേസിലാണ് കോടതിയുടെ സുപ്രധാന നിർദ്ദേശം പുറപ്പെടുവിച്ചത്. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർമാരോട് കോടതി നിർദ്ദേശിച്ചു. കൊച്ചിയിലെ കാനകളുടെ ശുചീകരണത്തിൽ കോടതി തുടർച്ചയായി ഇടപെട്ടിട്ടും നടപടികൾ കാര്യക്ഷമമാകുന്നില്ലെന്ന് ഹൈക്കോടതി. സർക്കാരിനോടും ബന്ധപ്പെട്ട അധികൃതരോട് പറഞ്ഞു മടുത്തുവെന്നും 1 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ തന്നെ ജനങ്ങൾ ദുരിതത്തിലാവുകയാണെന്നും കോടതി പറഞ്ഞു. അവസാന നിമിഷത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും ഒരു മാസ്റ്റർ പ്ലാൻ വേണ്ടേ എന്നും കോടതി ചോദിച്ചു. പൊതുജനങ്ങൾ ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ തള്ളിയാൽ കർശന നടപടിയെടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള നടപടികൾ വേഗത്തിലാക്കും. അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള അനുരഞ്ജന കരാറിൽ എതിർഭാഗത്തുള്ളവർ ഒപ്പിട്ടു. ധനമായ 1.5 കോടി സൗദി റിയാലിൻ്റെ ചെക്ക് റഹീമിന് വേണ്ടി സൗദി ഗവർണറേറ്റിന് കൈമാറിയതിന് പിന്നാലെയാണ് അനസിൻ്റെ അനന്തരാവകാശികൾ അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചത്. ഇരുവിഭാഗവും ഉദ്യോഗസ്ഥർ സാക്ഷിയായി കരാറിൽ ഒപ്പുവെച്ചതോടെ റഹീമിൻ്റെ മോചനം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. പാലക്കാട് താലൂക്ക് സർവേയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിൻ്റെ പിടിയിൽ. 40,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ മണ്ണാർക്കാട് താലൂക്ക് സർവേയർ PC രാമദാസാണ് പാലക്കാട് വിജിലൻസ് സംഘത്തിൻ്റെ പിടിയിലായത്. ആനമൂളിയിലെ 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് വസ്തു ഉടമയുടെ കയ്യിൽ നിന്ന് 50,000 രൂപയായിരുന്നു ഇയാൾ കൈക്കൂലി ചോദിച്ചിരുന്നത്. എന്നാൽ ഇയാൾ 40,000 രൂപയാണ് നൽകിയത്. ഇത് വാങ്ങുന്നതിനിടെ ആണ് വിജിലൻസിൻ്റെ പിടിയിലായത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.